കരിമ്പാറകളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം കൊത്തിവെച്ച നാടാണ് ഹംപി. കല്ലിൽ ചരിത്രമെഴുതിയ നാടായി ഹംപിയെ വാഴ്ത്തുമ്പോൾ ഇവിടം അവശേഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. മഞ്ഞിലും മഴയിലും വെയിലിലും പെട്ടുപോകാതെ കാലത്തിൻ്റെ കുതിപ്പുകളെ ഇന്നും അവഗണിച്ചുകൊണ്ട് പാറകളോളം ശക്തിയിൽ തലയുയർത്തി നിൽക്കുന്ന ഹംപിയിലെ സ്മാരകങ്ങൾ. പൊയ്പോയ തലമുറകൾ നമുക്കായി കാത്തുവച്ചിരിക്കുന്ന കുറേ സ്മാരകങ്ങളും അവശിഷ്ടങ്ങളും ചേർന്ന അടയാളങ്ങൾ. ഇവിടെ കണ്ടിരിക്കേണ്ട വേറൊരു ഇടം കൂടിയുണ്ട്, ബദവലിംഗ ക്ഷേത്രം. തൃക്കണ്ണുകളോടുകൂടി വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ശിവലിംഗത്തിനു പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതിശയിപ്പിക്കുന്ന ബദവലിംഗ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഒരു കൂറ്റൻ ഒറ്റക്കല്ലിൽ ശിവന് 9 അടി നീളത്തിൽ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ബദവലിംഗ ക്ഷേത്രം. ഹംപിയിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ശിവലിംഗം കൂടിയാണിത്. ബന്ധവ എന്നാൽ പാവപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഒരൊറ്റ മുറി മാത്രമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് ഒരു ചേംബറിൻ്റെ രൂപത്തോടാണ് സാദൃശ്യം. മാത്രമല്ല, മേൽക്കൂരയില്ല എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. സൂര്യപ്രകാശം നേരെ ശിവലിംഗത്തിനു പതിക്കുന്ന രൂപത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിനുള്ളിൽ കിടക്കുന്ന ജലം ഗംഗാജലമാണെന്നും വിശ്വാസമുണ്ട്. ബദവലിംഗ ക്ഷേത്രത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രമാണ് ലക്ഷ്മി നരസിംഹ ക്ഷേത്രം. ഒറ്റക്കല്ലിൽ കൊത്തിയിരിക്കുന്ന നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ മെയിൻ ആകർഷണം. 6.7 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രതിമ ഉള്ളത്. ഇവിടുത്തെ ചരിത്രരേഖകൾ അനുസരിച്ച് നരസിംഹസ്വാമിയുടെ കൈകളിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്ന രൂപത്തിലായിരുന്നു അത്രേ യഥാർത്ഥത്തിൽ ഈ പ്രതിമ ഉണ്ടായിരുന്നത്. പിന്നീട് എപ്പോഴോ അത് എടുത്തു മാറ്റപ്പെടുകയും നരസിംഹത്തിൻ്റെ പ്രതിമ മാത്രം ഇവിടെ അവശേഷിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.